വെൽക്കം ബാക്ക് ടു അശ്വിൻ വ്ലോഗ്. ഇന്ന് എന്താ പറയാ, ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് ഡോക്ടറിന് വരാൻ പറഞ്ഞ അത് ഇന്നലെ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് പോകണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇച്ചാക്ക് പോണ്ടത്. അപ്പോഴത്തേനും ഇത് ബാക്കിയൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു പറയാൻ പറഞ്ഞത്. ഇച്ച ആദ്യം പോയിട്ട് ടോക്കനൊക്കെ എടുത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ ഇറങ്ങാൻ നേരത്തെ ഇച്ചനോട് പറയാ, ആ ടോക്കനെ കാണില്ലല്ലോ. ഇച്ചാടെ ബേഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലോകം ഫുള്ള് തപ്പി നടക്കണായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ തപ്പനെ. ലാസ്റ്റ് താഴെ വന്നപ്പോൾ ടേബിളിൽ ഈ ബേഗ് ഇരിക്കുന്നു. ആ ബേഗ് ഒഴികെ ബാക്കി എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒന്നും കാണില്ല. ഫുള്ള് തിരക്കൊക്കെ ആയിട്ട് എന്താ പറയുക. ലാസ്റ്റ് ഇച്ച വെറുതെ ഒന്ന് ആ ബേഗൊന്ന് തപ്പി വയ്ക്കുകയാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് വണ്ടി എടുത്തിട്ട് വാ, എന്നിട്ട് വേഗം പോകണം. നേരെ വൈകി 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞാണ്. ഇപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി ഡോക്ടറെ അടുത്തൊക്കെ ചെന്നിട്ട് കാണാം. ഓ സ്നേഹത്തെന്ന് വിളിച്ചില്ലേ, ദേഷ്യം വരുമ്പോൾ സ്നേഹത്തേന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ ഈ ഫോൺ എടുക്കാൻ മറന്ന്, അത് ഞാൻ എന്നെ മറന്നത്. അപ്പോൾ അതിനുള്ള ചീത്തനൊക്കെ പിങ്കി കേട്ടത്. ഇച്ച വരുന്നുണ്ട്. ഇനി പോയിട്ട് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. അങ്ങനെ അവളുടെ നമ്പർ ടോക്കണും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളും അവൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം പല്ല് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയുള്ള സാധനം എടുക്കാൻ പോയതാണ്. അപ്പോൾ ഡോക്ടർ കാണാണ്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഘട്ടം ഗ്യാപ്പ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവസാനം എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു കച്ചിനെ കിട്ടി. വായർക്കാൻ പറ്റില്ല, തൊള്ളത്തില്ലല്ലോ, കുറച്ചു നേരമുള്ളൂ ഒന്ന് കാണിച്ചു തരാന്ന്. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന് അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെയാണ്. അപ്പോൾ അവളുടെ കുറച്ച് നേരം സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർക്ക് കുറച്ച് ചിക്കൻ കൊടുത്ത് 2 ദിവസം സംസാരിക്കാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. വേദന എടുത്താൽ ഇനി അങ്ങോട്ട് ചെല്ലണ്ട, വേറെ അങ്ങോട്ടും പോകാൻ പറഞ്ഞു. വേദന എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണം അങ്ങനെ പറഞ്ഞു. കാരണം അവിടെ റൂട്ട് കനാലും കാര്യങ്ങളും ഇല്ല. നമ്മളുടെ അങ്ങനത്തെ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവരോടൊപ്പം സംസാരിക്കരുത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എത്ര ഉള്ളൂ. ഇന്നിപ്പോൾ വീഡിയോ നമ്മൾ ഒറ്റയ്ക്ക് എടുത്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിച്ചു തരുന്നു. പഞ്ഞി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഗീതേന്ദ്രൻ ശ്രീകുമാർ, അത് അവരുടെ സൗണ്ട് പോലെ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ വീഡിയോ എടുക്കാൻ വകുപ്പില്ല, കാരണം അവർക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതിലേക്കും അതല്ലോ, ബൈ.